ഗായ്സ് അങ്ങനെ നമ്മളും പുതിയ വണ്ടി എടുത്തു ഗായ്സ്. ഹീറോ എക്സ്പൾസ് റാലി പ്രോ ആണ്. അപ്പോൾ എടുത്തിട്ട് ഏകദേശം ഒരു 2 ആഴ്ചയായിട്ടേ ഉള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 375 കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ. 500 to 750 കിലോമീറ്ററാണ് ഫസ്റ്റ് സർവീസ്. അപ്പോൾ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഓഫ് റോഡിങ്ങും കാര്യങ്ങളൊക്കെ പോകാമെന്ന് കരുതി. ഇപ്പം ഇത്രയും കിലോമീറ്റർ ഓടിയപ്പോൾ നമുക്കുണ്ടായ ഒരു ഇതുണ്ടല്ലോ, അതായത് ഈ വണ്ടി ഓടിച്ചതിൻ്റെ ഒരു അനുഭവം, അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ പോകുന്നത്. അല്ലാണ്ട് വലിയ റിവ്യൂ ഒന്നുമല്ല. പിന്നെ മെയിനായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കിനകത്ത് തോന്നിയൊരു ഫോൾട്ടാണോ അതോ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണോ കാര്യങ്ങളാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ. നമ്മളൊരു 5th ഗിയറിൽ നമ്മൾ നല്ല അത്യാവശ്യം സ്പീഡിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എൻജിൻ്റെ സൈഡിൽ നിന്ന് പെട്ടെന്ന് ഗിയർ സ്ലിപ്പായതുപോലെ ന്യൂട്രൽ വീണ പോലൊരു സൗണ്ട് ഒരു വട്ടേ കേട്ടുള്ളൂ. അപ്പോൾ അതെന്താണെന്ന് അറിഞ്ഞൂടാ. ഞാൻ ഇതുപോലെ ഫസ്റ്റ് സർവീസിന് ചെല്ലുമ്പോൾ ഷോറൂമിൽ ചെന്ന് പറയാം എന്ന് കരുതിയ ഒരു പോരായ്മയാണ്. അതെന്തായാലും ഷോറൂമിൽ ഫസ്റ്റ് സർവീസിന് ചെല്ലുമ്പോൾ പറയാനെ കൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലമാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കിക്കർ അടിച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവില്ല. നമ്മളിപ്പോൾ രാവിലെ എടുക്കാൻ നേരത്ത് കിക്കർ അടിച്ച് വണ്ടി സ്റ്റാർട്ടാക്കാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല. കിക്കർ അടിച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവില്ല. അത് എന്തിനാണ് പിന്നെ ഇത് വെച്ചേക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഷോറൂമിൽ ചെല്ലുമ്പം അത് പറയാനെ കൊണ്ടിരിക്കുകയാണ്. മിക്ക എക്സ്പൾസ് റാലി പ്രോയിലും ഈ ഒരു പ്രോബ്ലം ഞാൻ കണ്ടുവരുന്നുണ്ട്. ഞാൻ പല വീഡിയോസിലും കണ്ടു ഇത്. പിന്നുള്ളത് നമ്മുടെ ഈ ബാക്കിലത്തെ ടെയിലാണ്. ഈ ടെയിൽ കുറച്ച് വലത്തോട്ട് ചരിഞ്ഞിരിക്കുക. അപ്പം അതൊരു മാനുഫാക്ചറിങ് ഡിഫക്റ്റാണ്. അത് കറക്റ്റായിട്ടല്ല അലൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം മിക്ക എക്സ്പൾസ് ഓണേഴ്സും ഫസ്റ്റിലേ ചെയ്യുന്നൊരു മോഡിഫിക്കേഷനാണ് ടെയിൽ കട്ട് ചെയ്യുക. അങ്ങനൊരു കാര്യം ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഇതല്ല എന്ന് നമുക്ക് പറയാം. എന്തായാലും ടെയിൽ കട്ട് ചെയ്യാൻ ഈ നിമിഷം വരെ എനിക്ക് പ്ലാനിങ് ഇല്ലാത്ത സ്ഥിതിക്ക് ഫസ്റ്റ് സർവീസിന് ഷോറൂമിൽ ചെല്ലുമ്പോൾ നമുക്ക് അതിനൊരു ക്ലാരിഫിക്കേഷൻ എന്തായാലും വരുത്തണം. ഇനി നമുക്ക് എക്സ്പൾസിൻ്റെ കുറച്ച് നല്ല വശങ്ങൾ കാണാം. അതായത് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ റോഡ് പ്രസൻസ് ഒരു രക്ഷയില്ല. പിന്നെ എക്സ്പൾസിനെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ എക്സ്പൾസിൻ്റെ ലൈറ്റ് കുറച്ചുകൂടി ബ്രൈറ്റാണ്. പണ്ടത്തേന് ഭയങ്കര വെട്ടക്കുറവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം അവർ കുറച്ചുകൂടി മോഡിഫൈഡ് ചെയ്താണ് ഇറക്കിയിരിക്കുന്നത്. ഒരു എച്ചിൻ്റെ ഷേപ്പ്, അതായത് ഹീറോയുടെ എച്ചിൻ്റെ ഷേപ്പ് വരുന്ന ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബ്രൈറ്റായിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഹാൻഡിൽ റൈസർ വെച്ച്, പണ്ടത്തെ എക്സ്പൾസിന് ഈ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം ഹാൻഡിൽ റൈസർ വെച്ചിട്ട് ഹാൻഡിൽ പരമാവധി ഉയർത്താൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഓടിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഒരു സുഖമാണ് ഓടിക്കാൻ, ഒരു പ്രത്യേക സുഖം തന്നെ. ഹാൻഡിൽ വൈസർ ആണെങ്കിലും പഴയതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഹാൻഡിൽ വൈസറാണ് ഇപ്പോൾ ഹീറോ കൊടുത്തിരിക്കുന്നത്. ഒരു വണ്ടി അടുത്ത വർഷത്തേക്ക് പുതിയൊരു വണ്ടി ഇറക്കുമ്പോഴത്തേന് അതിന് കുറച്ച് മെച്ചപ്പെട്ട കാര്യങ്ങൾ കൊടുക്കണ്ടേ. അതുപോലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഹീറോ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും വണ്ടിയുടെ ഒരു റോഡ് പ്രസൻസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ലുക്ക് ഒരു രക്ഷയില്ല. ഇപ്പം നമ്മൾ ഈ വീഡിയോ എടുക്കാനെ കൊണ്ട് വന്നിരിക്കുന്നത് പള്ളിമുക്കത്ത് അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിലാണ്. നമ്മൾ അമ്പലത്തിൻ്റെ അവിടെയാണ് ഇരിക്കുന്നത്. വണ്ടിയുടെ ലുക്ക് എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല, മാരക ലുക്കാണ് വണ്ടി. നമുക്ക് തരുന്നൊരു കംഫർട്ടുണ്ട്. അതായത് ഏത് വഴി കൂടെ വേണേലും എന്നെ എടുത്തുകൊണ്ട് പോകും, ഒരു പ്രശ്നമില്ല. ഞാൻ നിന്നെയും കൊണ്ട് എവിടെ വേണേലും കയറിപ്പോകാം എന്ന് തരുന്നൊരു കംഫർട്ടുണ്ട്. അതായത് വണ്ടി വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് ആർക്ക് വേണേലും എടുത്തുകൊണ്ട് പോകാം. മറ്റുള്ള ഓഫ് റോഡിങ് വണ്ടികളെ അപേക്ഷിച്ച് ഈ വണ്ടി വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇതാണ് ഏറ്റവും ലൈറ്റ് വെയിറ്റ് എന്ന് ഞാൻ പറയും. കാരണം മറ്റുള്ള വണ്ടികൾ ഓടിക്കുമ്പോൾ നമുക്കൊരു ഇതുണ്ട്, ചിലപ്പോൾ എന്തെങ്കിലും പറ്റുമോ എന്നൊരു തോന്നലുണ്ട്. പക്ഷേ ഇത് അങ്ങനൊരു സംഭവമില്ല, ആർക്കും വേണമെങ്കിലും ഓടിക്കാം. പിന്നെ നീളം അത്യാവശ്യം വേണം, അതൊരു മെയിൻ ഒരു കാര്യമാണ്. എനിക്ക് അത്യാവശ്യം നീളം ഉണ്ടായിട്ട് തന്നെ എനിക്ക് കറക്റ്റായിട്ട് കാല് താഴെ എത്തൂല, അങ്ങൊരു കുഴപ്പമുണ്ട്. പക്ഷേ അത്യാവശ്യം നീളമുള്ളവർക്കാണ് ഞാൻ ഈ വണ്ടി സജസ്റ്റ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോരായ്മകളൊക്കെ ഫസ്റ്റ് സർവീസിന് ചെല്ലുമ്പോൾ അവരോടുകൂടി ചോദിച്ചിട്ട് അതിന് കറക്റ്റൊരു ക്ലാരിഫിക്കേഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് അതൊരു കുറ്റമാണ് എന്ന് പറയാൻ പറ്റൂ. അല്ലാണ്ട് ഈ വണ്ടി അടിപൊളിയാണ് മോനെ, ഒരു രക്ഷയില്ല. അത്യാവശ്യം നീളമൊക്കെ ഉള്ളവർക്ക് ഈ വണ്ടി എടുക്കാം. നീളം കുറഞ്ഞവർ ഇതിൻ്റെ നോർമൽ എക്സ്പൾസ് ഉണ്ട്, അത് ഉപയോഗിക്കാം. ഇതിന് അതിനെക്കാട്ടി ഹൈറ്റ് ഉണ്ട്. അപ്പം അത്യാവശ്യം നീളമുള്ളവരൊക്കെ ഇത് യൂസ് ചെയ്യുക. എന്തായാലും വണ്ടി ഒരു രക്ഷയില്ല. ഇനിയും സർവീസിന് കൊണ്ടുപോകുന്ന വീഡിയോ ഒക്കെ നമുക്ക് ഉടനെ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും.